കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവരുന്ന സോൾ മന്ത്ര യോഗ ഹബിന്റെ നേതൃത്വത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഷൈജു ഷംസുദ്ദീൻ യോഗാദിന സന്ദേശം നൽകി. കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവരുന്ന സോൾ മന്ത്ര യോഗ ഹബിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഷൈജു ഷംസുദ്ദീൻ യോഗാദിന സന്ദേശം നൽകി. എല്ലാവർക്കും 12ാമത് ഇന്റർനാഷണൽ യോഗാ ദിനാശംസകൾ നേരുകയാണ്. ഒരു 3 വർഷക്കാലമായിട്ട് സോൾ മന്ത്ര ദി യോഗ ഹബ് എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ കായംകുളത്ത് ഈ യോഗ ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ മനോഹരമായൊരു യാത്ര, വലിയൊരു കൂട്ടം ആൾക്കാരിലേക്ക് യോഗ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ ആഘോഷം സംഘടിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും ഈ ഒരു യോഗാ ദിനത്തിൽ അവരവരുടെ ആരോഗ്യത്തെ കരുതി അതിനു വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നാണ് എനിക്ക് യോഗാ ദിനത്തിൽ പറയാനുള്ളത്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ യോഗ ഡേ മാറ്റാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി 12ാമത് യോഗാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എൻ്റെ പേര് സ്വപ്ന. കഴിഞ്ഞ 2.5 വർഷമായി സോൾ മന്ത്ര യോഗ ക്ലബിലെ ഒരു അംഗമാണ്. 2.5 വർഷമായിട്ട് ഞാൻ ഷൈജു മാഷിൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ യോഗ എൻ്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. മാഷ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും യോജിക്കലാണ് യോഗ എന്ന് പറയുന്നത്. അത് എന്നെ ഒരുപാട് സ്ട്രെസ്സിൽ നിന്നും റിലീഫ് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫിസിക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗ എല്ലാവരിലേക്കും എത്തണം. യോഗയിലൂടെ കിട്ടുന്ന പ്രയോജനം നമ്മളത് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. സോ ഇന്റർനാഷണൽ യോഗാ ദിനത്തിൽ എൻ്റെ എല്ലാ ആശംസകളും. താങ്ക് യു. കായംകുളം പാർക്ക് മൈതാനിയിൽ നടന്ന യോഗാദിന പരിപാടിയിൽ എ അബ്ദുൽ ജലീൽ, കെ പുഷ്പദാസ്, കെ ബി പ്രശാന്ത്, ലിബിന നിസാർ, രാധാകൃഷ്ണൻ, സുഭദ്ര, സ്വപ്ന പ്രദീപ്, റാഫി കോയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ യോഗ അഭ്യാസികളുടെ ഡെമോൺസ്ട്രേഷനും നടത്തി. CDNet ന്യൂസ്, കായംകുളം.